സ്വർണ്ണപ്പാടി വിഷയം അത് ഈ തരത്തിൽ പോയാൽ പോലെ അന്വേഷണം എന്ന ഹൈക്കോടതിക്ക് തന്നെ ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരിച്ചത്. ഏതായാലും കേസെടുക്കാനാണ് SITയുടെ നീക്കമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. സ്വർണ്ണ കവർച്ചയായി കേസെടുക്കാനാണ് ആലോചന. കവർച്ച, വിശ്വാസവഞ്ചന, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തും. ശനിയാഴ്ച മുതൽ അന്വേഷണം തുടങ്ങും. വെള്ളിയാഴ്ച ദേവസ്വം വിജിലൻസ് രേഖകൾ SITക്ക് കൈമാറും. റിപ്പോർട്ടർ ബ്രേക്കിംഗ് ഈ മണിക്കൂറിൽ ഹരിമോഹൻ ഈ വാർത്തയുമായി ചേരുമ്പോൾ ഹരി, വിവിധ വിഷയങ്ങളുണ്ട്. സ്വർണ്ണ കവർച്ച എന്ന നിലയ്ക്ക് തന്നെ കേസെടുത്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇതിൽ ഗൂഢാലോചന, പോറ്റി മാത്രമല്ല ഇതിൽ ഗൂഢാലോചന നടത്തിയിരിക്കുന്നതെന്ന് ഹൈക്കോടതി വ്യക്തമായി തന്നെ പറയുമ്പോൾ മറ്റുദ്യോഗസ്ഥരിലേക്ക് ആരൊക്കെ ഗൂഢാലോചന നടത്തിയോ അവരിലേക്കൊക്കെ അന്വേഷണം നീളുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വിനീത, അത് ഗുരുതരമായ കുറ്റകൃത്യം എന്നുള്ള നിലയ്ക്ക് തന്നെ കാണാനാണ് പ്രത്യേക അന്വേഷണ സംഘം SIT തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ശനിയാഴ്ച അന്വേഷണം ആരംഭിക്കുമ്പോൾ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള നീക്കത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുക എന്നുകൂടി മനസ്സിലാകുന്നു. അതായത് ആ കേസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ സ്വർണം കാണാതായിരിക്കുന്നു, സ്വർണം മോഷണം പോയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണെങ്കിൽ അത് സ്വർണ്ണ കവർച്ച എന്നുള്ള പേരിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ആലോചിക്കുന്നത്. മാത്രമല്ല അതിലെ വകുപ്പുകൾ വരെ ഏറെക്കുറെ ആലോചിച്ചുറപ്പിച്ചിരിക്കുന്നു എന്ന് കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഒരു വിവരം. പ്രധാനമായിട്ടും അതിൽ വരുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് കവർച്ച, വിശ്വാസവഞ്ചന, ഗൂഢാലോചന എന്നീ 3 കുറ്റങ്ങളാണ്. കവർച്ച എന്ന് പറയുമ്പോൾ നേരിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ചെന്നൈയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്വർണം വേർതിരിച്ചെടുത്തുകൊണ്ട് അത് ചെമ്പുപാളികൾ മാത്രമാക്കി മാറ്റുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത്. അതാണ് അവിടെ കവർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 വിശ്വാസവഞ്ചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് തന്നെ അത് രേഖകളിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ആ പാളികൾ കൈമാറ്റം ചെയ്ത് അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. ആ ചെന്നൈയിൽ കൊണ്ടു ചെല്ലുന്നതിനിടെ, അതായത് ആരുടെയും അനുവാദമില്ലാതെ അല്ലെങ്കിൽ എല്ലാ ചട്ടങ്ങൾക്കും വിരുദ്ധമായിക്കൊണ്ട് ഇത്തരത്തിൽ ഈ സ്വർണം വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചന എന്നുള്ള വകുപ്പ് കൂടി ചേർക്കും. അത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിക്കുന്ന ഒരു കുറ്റകൃത്യമല്ല എന്നുള്ള നിഗമനത്തിൽ ദേവസ്വം വിജിലൻസ് എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും അതിന്റെ അന്വേഷണത്തിലുടനീളം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി. അതായത് മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർ, അന്നത്തെ 2019 ദേവസ്വം ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള ദേവസ്വം വിജിലൻസിന്റെ നിഗമനം മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘവും നീങ്ങുക. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ബാക്കി പ്രതിപട്ടികയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകൾ എന്ന് പറയുന്നത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അല്പം മുമ്പ് സസ്പെൻഷൻ നേരിട്ട മുരാരി ബാബു, മറ്റൊരാൾ തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജു, മറ്റൊരാൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ്. ഇതിൽ സുധീഷും KS ബൈജുവും ഇപ്പോൾ സർവീസിലില്ല. പക്ഷേ ഈ പറയുന്ന 3 പേരുമാണ് ഇപ്പോൾ നിലവിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പങ്കുണ്ട് എന്നുള്ള നിഗമനത്തിൽ ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതിപട്ടികയിൽ ഉൾപ്പെടാൻ പോകുന്ന ആളുകൾ ഇവരാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇവർക്ക് അപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റാർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്? സ്വർണം വേർതിരിച്ചെടുക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് എവിടെയാണോ നടന്നത് അതിന് കൂട്ടുനിന്ന എല്ലാവരും തന്നെ ആ പ്രതിസ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ദേവസ്വം വിജിലൻസ് ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ദേവസ്വം വിജിലൻസിന് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാങ്കേതികത്വത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്, ഹൈക്കോടതി തന്നെ നേരിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏത് കേസ് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ കഴിയും, ആരെ വേണമെങ്കിലും പ്രതിയാക്കാൻ കഴിയും, എവിടെ വേണമെങ്കിലും പോയി അന്വേഷിക്കാൻ കഴിയും എന്നുള്ള വിശാലമായ ഒരു അവകാശവും അധികാരവും എല്ലാം തന്നെ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രസക്തി കൂടുന്നതും. അതുകൊണ്ട് ഈ അന്വേഷണം ഇനിയിപ്പോൾ ഈ പ്രതിപട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു 39 ദിവസത്തെ ഇടവേളയാണ് ചെന്നൈയിലേക്ക് ഈ പാളികൾ കൊണ്ടുപോകുന്നതിനായി എടുത്തത്. ആ 39 ദിവസം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ചില പ്രാർത്ഥനകളും പൂജകളും നടത്തുകയായിരുന്നു ആ പാളികൾ ഉപയോഗിച്ചുകൊണ്ട് താൻ എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇതിൽ ഹരി പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട കാര്യം, എവിടെയൊക്കെ പൂജകൾ നടത്തി, എവിടെയൊക്കെ ഏതൊക്കെ ആളുകളുടെ വീട്ടിൽ കൊണ്ടുപോയി, ഇപ്പൊ ജയറാമിന്റെ വീട്ടിൽ ഉൾപ്പെടെ കൊണ്ടുപോയെന്നറിയാം. നമുക്ക് അതിന്റെ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കി തന്നെ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. വലിയൊരു ടീമിനെ തന്നെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തേണ്ടി വരുമല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ശശിധരനാണ്. അതിന് മേൽനോട്ട ചുമതല വഹിക്കുന്ന ആളാണ് ADGP H വെങ്കടേഷ്. അതിന് താഴെയുള്ളത് 3 CIമാരാണ്. പക്ഷേ ഇതൊരു പ്രാഥമികമായി തയ്യാറാക്കിയ ഒരു അന്വേഷണ സംഘം മാത്രമാണ്, അത് ഹൈക്കോടതി ഉത്തരവിന്മേൽ. പക്ഷെ ആരുടെ സഹായം വേണമെങ്കിലും നിലവിൽ ഈ അന്വേഷണ സംഘത്തിന് സ്വീകരിക്കാൻ കഴിയും. സാധാരണഗതിയിൽ ഇത്തരത്തിൽ രൂപീകരിക്കുന്ന SITക്ക് അതിനുള്ള ഒരു അധികാരം സാധാരണ സർക്കാർ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇവർക്ക് വേണം
നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ സംഘത്തിന്റെയും അതുപോലെ എല്ലാ സ്റ്റേഷനുകളിലെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആവശ്യമുള്ള സംഘാംഗങ്ങളുടെ എല്ലാം പിന്തുണ കിട്ടും എന്നുള്ളതാണ് ഇവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ആ അന്വേഷണം വ്യാപിപ്പിക്കാൻ ആവശ്യമായ സർവ്വസന്നാഹങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ്. അല്ലെങ്കിൽ അത് കോടതി അലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു പ്രശ്നമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അതിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കിക്കൊണ്ട് തന്നെയാവും പോവുക. റൂട്ട് മാപ്പ് തയ്യാറാക്കണം, ഒപ്പം തന്നെ മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കണം, അതിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറാക്കണം. അങ്ങനെ തുടങ്ങി ഒട്ടേറെ കടമ്പകൾ ഈ 6 ആഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കാനുണ്ട്. അതിൽ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ